രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീമദ് വാൽമീകി രാമായണം കിഷ്കിന്ധാകാന്ഡം സർഗം 19. താരാഗമനം. ശ്രീരാമൻ ബാലിയെ ഒളിയം പെയ്ത് വീഴ്ത്തി. ബാലി ശ്രീരാമനോട് പരുഷവാക്കുകൾ പറഞ്ഞു. മറുപടിയായി ശ്രീരാമചന്ദ്രൻ്റെ ധർമ്മമാർഗസ്ഥിതമായ മഹത് വാക്യങ്ങൾ ബാലിക്ക് അഭൂതപൂർവമായ ആശ്വാസമേകി. ബാലി കൈകൂപ്പിക്കൊണ്ട് ശ്രീരാമനോട് പറഞ്ഞു, ബാണം തറച്ച വേദനയാൽ അങ്ങയെ മനസ്സിലാക്കാതെ പറഞ്ഞ പരുഷവാക്കുകൾ പുറത്ത് എനിക്ക് മാപ്പ് തരയണമേ. ശ്രീരാമൻ്റെ യുക്തിയുക്തമായ ഉത്തരം കേട്ട് യാതൊന്നും മറുത്തു പറയാതെ ഇത്രമാത്രം അഭ്യർത്ഥിച്ച ബാലി കണ്ണുമടച്ചു കിടന്നു. കല്ലുകൾ കൊണ്ടുള്ള ഇടികൊണ്ടും വൃക്ഷത്തല്ലുകൾ കൊണ്ടും സർവോപരി രാമബാണം കൊണ്ടും ഉടൽ മുറിഞ്ഞ് അന്ത്യകാലമെടുത്ത് മയങ്ങിക്കിടന്നു. വ്യാഘ്രതുല്യനായ വാനരേശ്വരൻ ശ്രീരാമശരത്താൽ വധ്യനായി എന്ന് ധർമ്മപത്നി താര കേട്ടു. ക്രൂരനാരാജം പോലെയുള്ളതായ ആ വർത്തമാനം താരയുടെ നെഞ്ചിടിപ്പ് 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ഗുഹയിൽ നിന്ന് പുത്രൻ അംഗദനുമൊന്നിച്ച് പുറത്തേക്ക് വന്നു. അംഗദകുമാരൻ്റെ അംഗരക്ഷകന്മാരായ കപിവരന്മാർ, അമിത ബലപരാക്രമികൾ, കോദണ്ഡമൂന്നി നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോൾ തന്നെ ഭയാർത്തരായി ഓടിക്കഴിഞ്ഞു. നാഥനില്ലാതെ ഓടുന്ന മാൻകൂട്ടം പോലെ പേടിച്ചോടുന്ന അവർക്കെല്ലാം രാമബാണം തട്ടിയതായി തോന്നും. താര അവരോട് ചോദിച്ചു, നിങ്ങളെന്താണിങ്ങനെ പരിഭ്രമിച്ചോടുന്നത്? കേസരി സദൃശനായത് ഒരു ചക്രവർത്തിയുടെ പ്രധാന പരിജനങ്ങളാണ് നിങ്ങൾ എന്ന് ഓർക്കണം. ആ മഹാത്മാവിനെ രാജ്യം കിട്ടുവാൻ വേണ്ടി അനുജൻ വീഴ്ത്തിയാലും നിങ്ങൾ ഓടാൻ പാടുണ്ടോ? നിങ്ങളെയും ആ രാമൻ അസ്ത്രം അയച്ച് നിഗ്രഹിക്കുവാൻ ഒരുങ്ങിയോ? ആ വാനരന്മാർ റാണിയുടെ വാക്ക് കേട്ട് എല്ലാവരും ഒരുപോലെ പറഞ്ഞു, മഹാറാണി, അതിവേഗത്തിൽ പിന്തിരിയൂ, അംഗദനുണ്ണിയെ കാത്തുരക്ഷിക്കൂ. അതാ അന്തകൻ രാമൻ്റെ വേഷത്തിൽ വന്ന് നമ്മുടെ സ്വാമിയായ ബാലിയുടെ പ്രാണൻ അപഹരിക്കുന്നു. വൻ വൃക്ഷങ്ങൾ, കുന്നുപോലെയുള്ള പാറക്കല്ലുകൾ എന്നിവ തട്ടിത്തകർത്ത് വജ്രതുല്യങ്ങളായ അസ്ത്രങ്ങളാൽ രാമൻ മഹാരാജാ ബാലിയെ വീഴ്ത്തിക്കഴിഞ്ഞു. വാനര സൈന്യങ്ങളെല്ലാം ചിന്നിച്ചിതറി പാഞ്ഞുപോയി. അങ്ങ് നമുക്കിപ്പോൾ ഗോപുരദ്വാരത്തെ രക്ഷിക്കണം. അങ്ങ് അംഗദനുണ്ണിയെ കപീശ്വരനായി അഭിഷേകം ചെയ്യൂ. പിതാവിൻ്റെ സ്ഥാനത്തിൽ സിംഹാസനത്തിൽ കുമാരൻ ഇരുന്നാൽ എല്ലാ കവികളും തിരിച്ചു വരും. അവിടുന്ന് പുറത്തു വന്ന് ഇവിടെ നിൽക്കരുതേ. സാധാരണയിൽ നിന്നും അല്പം അടുത്തു നിന്ന് പറഞ്ഞ അംഗരക്ഷകന്മാരോട് താര സ്വന്തം നിലക്കനുസരിച്ച് പറഞ്ഞു, ഉണ്ണി അംഗദനെ കൊണ്ട് എനിക്കെന്ത്? രാജ്യമെന്തിന്? ഈ ജീവിതം തന്നെ എന്തിന്? സിംഹതുല്യനായ മഹാത്മാവ് അന്തരിക്കുമ്പോൾ ഞാൻ ആത്മരക്ഷക്ക് കൊതിക്കുകയോ? രാമബാണത്താൽ ആർ ഭൂമിയിൽ വീണുവോ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ഞാനും എത്തിച്ചേരുന്നതാണ്. ഇത്രയും പറഞ്ഞ് താര കരഞ്ഞുകൊണ്ട് കുതിച്ച് ഓടി. അസഹ്യ ദുഃഖത്താൽ നെഞ്ചത്തും തലയിലും അടിച്ചു തുടങ്ങി. ദാനവേന്ദ്രന്മാർക്ക് പോലും അന്തകനായവൻ, ഏത് ഉഗ്രയുദ്ധത്തിലും ഒരിക്കലും പിന്മാറാത്തവൻ, തൻ്റെ ജീവവല്ലഭൻ വെറും മണ്ണിൽ വീണ് കിടക്കുന്നത് താര കണ്ടു. ദേവേന്ദ്രൻ വജ്രായുധം എറിയുന്നത് പോലെ മാമല ശിഖരങ്ങളെടുത്ത് എറിയുന്നവൻ, കൊടുങ്കാറ്റടിക്കുമ്പോൾ കാർമുകിൽ മാലയിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തിനൊത്ത ശബ്ദമുള്ളവൻ, ഇന്ദ്രതുല്യ പരാക്രമം ഉള്ളവൻ, സിംഹനാദം ഉതിർക്കുന്നവരിൽ വെച്ച് അതിഘോരമായി അലറുന്നവൻ, ശൂരനായ ഒരുവൻ വീഴ്ത്തിയ അതിശൂരൻ, പെയ്തു തീർന്ന കാർമേഘം പോലെയും മാംസത്തിന് വേണ്ടി നരി കൊന്നിട്ട സിംഹത്തെപ്പോലെയും, സകല ലോകരും പൂജിക്കുന്ന ദ്വയം, വേദി തുടങ്ങി എല്ലാം ഒത്തിണങ്ങിയ ഒരു ദേവാലയത്തെ പക്ഷിരാജാവായ ഗരുഡൻ സർപ്പത്തിനു വേണ്ടി തച്ചുടച്ചിട്ടതുപോലെയും വെറും നിലത്ത്
രക്താഭിഷിക്തനായി കിടക്കുന്ന ജീവനാഥനെ താര കണ്ടു. കോദണ്ഡമൂന്നി നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെയും സമീപത്തിൽ വിനയത്തോടുകൂടി നിൽക്കുന്ന ലക്ഷ്മണനെയും ഭർത്തൃ സഹോദരനായ സുഗ്രീവനെയും ആ സതീരത്നം നോക്കി. ദുഃഖാർത്തയായ അവൾ അവരെ വീണ്ടും ഒന്നും നോക്കാതെ പിന്തള്ളിയതുപോലെ മുന്നോട്ടണഞ്ഞു. കൊലപ്പെട്ടു കിടക്കുന്ന ഭർത്താവിൻ്റെ സമീപത്ത് ഭൂമിയിൽ ബോധമറ്റ് വീണു. അല്പം കഴിഞ്ഞപ്പോൾ ഉറക്കമുണർന്നതുപോലെ എഴുന്നേറ്റു. യമപാശക്കുരുക്കിൽപ്പെട്ട ഭർത്താവിനെ കണ്ട് ഉച്ചത്തിൽ വിലപിച്ചു. പെണ്ണാടിനെ പോലെ ദീനദീനം കരയുന്ന താരയെയും അംഗദനെയും കാണുന്തോറും സുഗ്രീവൻ വ്യസനസാഗരത്തിൽ ആണ്ടു തുടങ്ങി. കിഷ്കിന്ധാകാണ്ഡത്തിൽ 19-ാം സർഗം ഇവിടെ അവസാനിച്ചു. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ.